ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവ്യ സന്ദേശവുമായി ലോകത്തേക്ക് കടന്നു വന്നപ്പോ ഹബീബായ നബി തങ്ങളെ ആളുകൾ ഏറെ പ്രയാസപ്പെടുത്തുകയാണ്. നമുക്കറിയാം, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെറിഞ്ഞ് അവിടുത്തെ കാലിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങിയ സംഭവം പോലും ചരിത്രത്തിന്റെ താളുകളിൽ നമ്മൾ വായിക്കുകയാണ്. ഹബീബായ നബി തങ്ങളെ വിശ്വസിക്കാൻ തയ്യാറാകാത്ത ആളുകൾ, അംഗീകരിക്കാൻ സന്നദ്ധരാകാത്ത ആളുകൾ, അപ്പോഴാണ് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബിഅഹദിൽ ഉമറൈൻ, രണ്ടാരൊരു ഉമറിനെ കൊണ്ട് യാ അല്ലാഹ് ഈ ദീനെ നീ ശക്തിപ്പെടുത്തണമേ അല്ലാഹ്. രണ്ടാരൊരു ഉമറിനെ കൊണ്ട്. ആരാണ് ഈ രണ്ടാലൊരു ഉമർ എന്നറിയോ പ്രിയപ്പെട്ടവരെ? ഒന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഇബ്നു ഹിശാം എന്ന് പറയുന്ന സാക്ഷാൽ അബൂജഹലാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്തത് ഈ രണ്ടിലാരെയെങ്കിലും ഒരാളെ നീ മുസ്ലിമാക്കണേ അല്ലാഹ്. ഹബീബിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇസ്ലാമിക ഖിലാഫത്തിന്റെ രണ്ടാമത്തെ അധ്യക്ഷനായിരുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടെയാണ് പരിശുദ്ധ ദീനിന്റെ പ്രവർത്തനങ്ങൾ പ്രോജ്വലിച്ചത്. ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും, ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ ആനന്ദകരമായ വാർത്തയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഇസ്ലാമാശ്ലേഷണം. റസൂലുള്ളാഹി തങ്ങൾക്ക് ഭയങ്കര സന്തോഷായി. കാരണം എല്ലാവരും ഭയപ്പെടുന്ന ചെറുപ്പക്കാരനാണ്. എല്ലാവർക്കും ഉമറിനെ പേടിയാണ്. ഉമറിനെ പേടിയില്ലാത്ത ഒരാളും അറേബ്യയിൽ ഉണ്ടായിരുന്നില്ല. ആ ഉമറിനോടാണ് പിൽക്കാലത്ത് ഹബീബാ നബി തങ്ങൾ പറഞ്ഞത്, മാ റആക ശൈത്വാൻ സാലികൻ ഫജ്ജാ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ. ഉമറേ, നീ ഒരു വഴിയിലൂടെ നടന്നു വരുന്നത് കണ്ടാൽ പിശാച് പിന്നെ അതുവഴി വരില്ല ഉമറേ. പിശാചിന് പോലും നിന്നെ പേടിയാണെന്ന് ലോകത്ത് ഒരേ ഒരാളോടെ ഹബീബാ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണ്. ധീരനായ ഉമർ, ശക്തനായ ഉമർ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് ഖുറൈശികളെ പോയി വെല്ലുവിളിക്കുന്നത്. ഇന്നലെ വരെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വെല്ലുവിളിച്ച മനോഹരമായ വചനം ചരിത്രത്തിന്റെ താളുകളിൽ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. മൻ അറാദ അൻ തുസ്കിലഹു ഉമ്മുഹു ഔ യുതിമ വലദഹു ഔ തർമില സൗജതഹു ഫൽയൽഖിനി വറാഅ ഹാദൽ വാദി ثم مضى لوجهه فلم يتبعه أحد من المشركين. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്നലെ വരെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെ വെല്ലുവിളിക്കുകയാണ്. മൻ അറാദ തുസ്കിലഹു ഉമ്മഹ്, ആരെങ്കിലും ഏതെങ്കിലും ഒരു ഉമ്മാക്ക് മകനെ നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? ഔ യൂതിമ വലദ, അല്ലെങ്കിൽ മക്കളെ അനാഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഔ തർമില സൗജത, അല്ലെങ്കിൽ ഭാര്യമാരെ വിധവകളാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളിലുണ്ടോ? ഫൽയൽഖിനി വറാഅ ഹാദൽ വാദി, അങ്ങനെ ആഗ്രഹമുള്ളവർ ആരെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ ഈ കാണുന്ന മലഞ്ചെരുവിനപ്പുറത്ത് എന്നോട് പടപൊരുതാൻ, എന്നോട് നേരിടാൻ ധൈര്യമുള്ളവര് കടന്നു വരണമെന്ന് മഹാനായ ഉമർ എന്നവരെ വെല്ലുവിളിച്ചപ്പോ ഇതും പറഞ്ഞ് ഉമർ എന്നവരെ നടന്നു നീങ്ങി.
ഒരാളും മഹാനായ ഉമറിന്റെ പിന്നാലെ പോകാൻ ധൈര്യപ്പെട്ടില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നവോന്മേഷം വന്നത്. ഹബീബായ നബി തങ്ങൾക്കും സ്വഹാബത്തിനും ഏറെ ആവേശമുണ്ടായത്. യുവാക്കൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, യുവാക്കൾ നന്നാകുന്നത്, യുവാക്കൾ നന്മയുടെ മാർഗത്തിൽ പ്രവേശിച്ചു വരുന്നത് പ്രിയപ്പെട്ടവരെ ഒരു നാടിന് മൊത്തം അഭിമാനിക്കാനും വക നൽകുന്ന കാര്യമാണ്. ഒരു നാട്ടിലെ ചെറുപ്പക്കാര് നല്ലവരായാൽ ആ നാട് തീർച്ചയായും നന്മയുടെ പാതയിൽ പോവുക തന്നെ ചെയ്യും. ചെറുപ്പക്കാര് നന്നാകണം, യുവാക്കള് നന്നാകണം. മഹാനായ സയ്യിദുനാ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശ്രുതനായ സ്വഹാബി വര്യനാണ്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്തത്തിന്റെ രണാഗണത്തിലേക്ക് പറഞ്ഞയച്ചത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനെയാണ്. യാ ഹബ്ബദൽ ജന്നത വഖ്തിറാബുഹാ ത്വയ്യിബതൻ വബാരിദൻ ശറാബുഹാ വറുമു റൂമുൻ ഖദ്ദനാ ആദാബുഹാ كثيرة بعيدة أنسابها علي إذا لقيتها ضرابها. زيد بن ثابت വിളിക്കുകയാണ് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സെയ്ദേ നിങ്ങൾ മുഅ്തത്തിന്റെ രണാഗണത്തിലേക്ക് ചെല്ലണം, നിങ്ങൾ അവിടെ ചെന്ന് ശക്തമായ പോരാട്ടം നടത്തണം. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് അവിടെ വെച്ച് ശത്രുപക്ഷത്തിൽ നിന്ന് മാരകമായ പരിക്കുകൾ ഏൽക്കുകയും നിങ്ങൾ ലോകത്തോട് വിട പറയുകയും ചെയ്താൽ ജഅഫറേ നീയാണ് ഇസ്ലാമിന്റെ പതാക ഏറ്റെടുക്കേണ്ടത്. യുവാക്കളോടാണ് പറയുന്നത്. മഹാനായ ജഅഫറിനോട് പറഞ്ഞു, ജഅഫറേ നിങ്ങളും മുഅ്തത്തിന്റെ രണാഗണത്തിൽ മരണപ്പെട്ടു പോയാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹയാണ് ഇസ്ലാമിന്റെ മനോഹരമായ പതാക ഏറ്റെടുക്കേണ്ടത്. മുഅ്തത്തിന്റെ രണാഗണത്തിൽ നിങ്ങൾ പടയോട്ടം നടത്തണം. ഈ മൂന്ന് സ്വഹാബി വര്യന്മാരെ ചെറുപ്പക്കാരായ സ്വഹാബികളെ വിളിച്ചുകൊണ്ട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പറഞ്ഞയക്കുകയാണ്. മൂന്നുപേരും അവരവരുടെ വീടുകളിൽ ചെന്ന് ഭാര്യമക്കളോട് സമ്മതം വാങ്ങുകയാണ്. ഭാര്യമക്കളോട് സമ്മതം വാങ്ങി യുദ്ധത്തിന് ഇറങ്ങുകയാണ്. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ അനുജനാണ്, അബൂ ത്വാലിബിന്റെ മകനാണ്, ഹബീബായ നബി തങ്ങളുടെ പിതൃവ്യ പുത്രനാണ്. ഭാര്യ അസ്മാ 19കാരിയായ ഭാര്യയുടെ അരികിൽ ചെന്ന് സമ്മതം ചോദിക്കുകയാണ്. ഭാര്യയോട് വിട പറയുകയാണ്, പൊന്നുമോളെ ഞാൻ മുഅ്തത്തിന്റെ രണാഗണത്തിലേക്ക് പോവുകയാണ്, സന്ധിയില്ലാ സമരം ചെയ്യാനാണ് ഞാൻ പോകുന്നത്. തിരിച്ചു വരുന്ന കാര്യം തീർച്ചയായും ഉറപ്പിച്ചു പറയുക അസാധ്യമാണ്. മുഅ്തത്തിന്റെ രണാഗണത്തിലേക്ക് പോവാൻ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ തിരിച്ചു വന്ന് നേരിട്ട് കാണാം, ഇല്ലെങ്കിൽ നാളെ മഹ്ശറയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഭാര്യയോട് വിട പറയുന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 19കാരിയായ പെണ്ണിനോടാണ്, ഭാര്യയോടാണ് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എങ്ങനെയാണ് അവർ മുഅ്തത്തിന്റെ രണാഗണത്തിലേക്ക് ചെല്ലുന്നത്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞതുപോലെ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് ലോകത്തോട് വിട പറയുകയാണ്. ഇസ്ലാമിന്റെ മനോഹരമായ പതാക മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയാണ്. ജഅഫർ എന്ന ഒരു ശക്തമായ പടയോട്ടം നടത്തുകയാണ്. ഏറെ നേരം സന്ധിയില്ലാ സമരം ചെയ്ത് അവസാനം ലോകത്തോട് വിട പറയാൻ നേരത്ത് മഹാനുഭാവൻ തന്റെ സ്വഹാബത്തിനോട്, അനുയായികളോട് ആവേശത്തോടെ പാടിയ പാട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്.
يا حبذا الجنة واقترابها طيبة وباردا شرابها والروم روم قد دنا عذابها كافرة بعيدة أنسابها علي إذ لقيتها ضرابها സ്വർഗീയ പരിമളം എന്റെ മൂക്കിലേക്ക് അടിച്ചു വീശുകയാണ്. ഞാൻ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. എന്റെ ഹബീബിന് നിങ്ങൾ സലാം ചൊല്ലണമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്വഹാബത്തിനോട് യാത്ര പറയുകയാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, രണ്ട് കൈയും രണ്ട് കാലുകളും മൂത്തത്തിന്റെ രണാങ്കണത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഇരു കരങ്ങളും ഇരു കാലുകളും നഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് സ്വർഗീയ പരിമളം നിന്റെ മൂക്കിലേക്ക് അടിച്ചു വീശുന്നു എന്ന് പറഞ്ഞ് സ്വഹാബത്തിനോട് യാത്ര ചോദിക്കുന്നത്. ഈ മഹാന്മാരായ സ്വഹാബത്തെ കിറാം ഇവരെല്ലാം യുവാക്കളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ജഅഫർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞപ്പോ പിന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആണ് പരിശുദ്ധമായ ഈ ദീനിന്റെ പതാക ഏറ്റെടുത്തത്. മുഴുവൻ ആളുകളും ലോകത്തോട് വിട പറയാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ മുഴുവൻ സ്വഹാബത്തിന്റെ ചരിത്രങ്ങളും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ദീനിനു വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നവർ, ആരോഗ്യം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ചവർ, ആയുസ് ചെലവഴിച്ചവർ, സമ്പാദ്യം ചെലവഴിച്ചവർ, എല്ലാം 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 ദീനിനു വേണ്ടി പ്രണവൽഗണിച്ചവർ അവരാണ് ഹബീബായ നബി തങ്ങളുടെ സ്വഹാബ. അവരെ പറ്റിയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ വചനമാണിത്. സ്വഹാബത്തിന്റെ നന്മകൾ അല്ലാഹു എടുത്തു പറയുകയാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബത്തെ കിറാം. ആരാണ് മുഹാജിറുകൾ എന്നറിയോ? മക്കയിൽ നിന്ന് എല്ലാം എല്ലാം ഉപേക്ഷിച്ച് ഹബീബായ നബി തങ്ങളോടുകൂടെ മദീനയിലേക്ക് പലായനം ചെയ്ത സ്വഹാബികൾ. അവരാണ് ചരിത്രത്തിൽ മുഹാജിരീങ്ങൾ എന്നറിയപ്പെടുന്നത്. പലായനം ചെയ്തവർ എന്നാണ് അതിന്റെ അർത്ഥം. വീടുകൾ ഒഴിവാക്കിയിട്ടാണ് അവര് പോയത്, തോട്ടങ്ങൾ ഒഴിവാക്കിയിട്ടാണ് മദീനയിലേക്ക് യാത്രയായത്, എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് യാത്രയായത്. എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിന് വേണ്ടിയാണ്. അവരാണ് മുഹാജിറുകൾ. അൻസ്വാറുകൾ ആരാണ് പ്രിയപ്പെട്ടവരെ? അൻസ്വാറുകൾ മുഹാജിരീങ്ങളായി മക്കയിൽ നിന്ന് പലായനം ചെയ്തു വന്ന സ്വഹാബികളെ സ്നേഹത്തോടെ സന്ദേശത്തോടെ എല്ലാം അവർക്ക് നൽകി അവരെ ആദരിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്തവർ. രണ്ട് ഭാര്യമാരുള്ളവർ സുന്ദരിയായ ഭാര്യയെ മൊഴി ചൊല്ലി തന്റെ മുഹാജിറായ സ്വഹാബിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കണം നിങ്ങൾ, മഹാന്മാരായ സ്വഹാബത്തിന്റെ മനോഹരമായ മാതൃക. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമാണ്, പരിശുദ്ധ പ്രവാചകരാണ്. അവരുടെ ഖൽബുകളിൽ ഇത്ര വലിയൊരു നന്മയുടെ തിരിനാളം കൊളുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ട് ഭാര്യമാരുള്ളവർ സുന്ദരിയായ ഭാര്യയെ മൊഴി ചൊല്ലുകയും മക്കയിൽ നിന്ന് വന്ന സഹോദരനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അതുപോലെ ധാരാളം തോട്ടങ്ങളുള്ളവർ, ആ തോട്ടത്തിന്റെ നേരെ പകുതി ഭാഗം മക്കയിൽ നിന്ന് വന്ന സഹോദരൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ തോട്ടത്തിന്റെ പകുതി ഞാൻ മക്കയിൽ നിന്ന് വന്ന ഈ സഹോദരനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് അവനുള്ളതാണ് നബിയേ, എനിക്കിത് മതി, എനിക്കിത് മതി, ഞാനിത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ മഹാന്മാരായ സ്വഹാബത്തെ കിറാം. യാ അല്ലാഹ്, അവരെ പോലെയാകാനൊന്നും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല
കഴിഞ്ഞില്ലെങ്കിലും യാ അല്ലാഹ് ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും അതുപോലെ യൗവനമെല്ലാം നിന്റെ ദീനിനു വേണ്ടി ഞങ്ങളെ ചെലവഴിക്കുന്നു അല്ലാഹ്. നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ റഹ്മാനേ. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله على طه رسول الله على ياسين حبيب الله على ياسين حبيب الله. ഈ സ്വഹാബത്താണ് ഹബീബാ നബി തങ്ങൾ പറയുന്നത് നാളെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അരികിലേക്ക് ഓടി വരുന്നത്. ലോകത്ത് ജീവിച്ചുപോയ മുഴുവൻ ആളുകളും വിചാരണ നേരിടുന്ന ഘട്ടത്തിൽ എന്റെ സ്വഹാബത്ത് സ്വർഗത്തിന്റെ കവാടത്തിനരികിലേക്ക് ഓടി വരുന്നതാണ്. അന്ന് സ്വർഗത്തെ കാക്കുന്ന മാലാഖമാർ ഈ സ്വഹാബത്തിനോട് ചോദിക്കുമല്ലോ, അല്ല നിങ്ങളോട് വിചാരണ കഴിഞ്ഞോ? ഇഫ്തഹൂ. സ്വഹാബത്ത് വന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കാവൽ മാലാഖമാരോട് പറയുമത്രേ, ഇഫ്തഹൂ നിങ്ങളൊന്ന് തുറന്നു തരണേ, നിങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരണേ. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഖാലൂ നുഫ്തഹു ലക്കും ഫഹുസിബ്തും. സ്വർഗത്തിന്റെ കാവൽ മാലാഖമാർ എന്റെ സ്വഹാബത്തിനോട് ചോദിക്കും, നിങ്ങൾക്ക് ഞങ്ങൾ തുറന്നു തരികയോ? വിചാരണ കഴിഞ്ഞോ? നിങ്ങൾ വിചാരണ കഴിയാതെ നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഈ ഓടി വരുന്നത്? എന്റെ സ്വഹാബത്തിനോട് സ്വർഗത്തിന്റെ കാവൽ മാലാഖമാരോട് ചോദിക്കുമ്പോ ബിഅയ്യി ശൈഇൻ നുഹാസബു വഅസിയാഫുനാ അലാ അവാതിഖിനാ ഖൽഫ മുഹമ്മദ്. സ്വർഗത്തിന്റെ കാവൽ മാലാഖമാരോട് എന്റെ സ്വഹാബത്ത് മറുപടി പറയുന്നതാണ്, ഞങ്ങളോട് എന്തിനാ നിങ്ങൾ വിചാരണ ചെയ്യുന്നത്? ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ സദാസമയവും രണാങ്കണങ്ങളിൽ നിന്ന് രണാങ്കണങ്ങളിലേക്ക് പടയോട്ടം നടത്തിയവരാണ്. ഞങ്ങളോടാണോ നിങ്ങൾ വിചാരണ ചെയ്യുന്നത്? ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തമാനുയായികളാണ്, അവിടുത്തെ സ്വഹാബത്താണ്, അനുചരരാണ് എന്ന് മറുപടി പറയുമ്പോ സ്വർഗത്തെ കാക്കുന്ന മാലാഖമാർ എന്റെ സ്വഹാബത്തിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. വഹും യഖീലൂന ഫിൽ ജന്നാ വന്നാസു ഫിൽ ഹിസാബ്. ലോകം മുഴുവനും വിചാരണ ചെയ്യപ്പെടുന്ന വേളയിൽ എന്റെ സ്വഹാബത്ത് സ്വർഗീയ ആരാമങ്ങളിൽ വിശ്രമ ജീവിതം നയിക്കുമെന്ന് താജദാറേ മദീന നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ സ്വഹാബത്തിന് ഇത്ര വലിയ ആത്മീയമായ ഔന്നിത്യവും ഉന്നതമായ സ്ഥാനങ്ങളും ലഭിച്ചത് അവരാരോഗ്യവും അതുപോലെ യൗവനവും സമയവുമെല്ലാം ദീനിനു വേണ്ടി ചെലവഴിച്ചത് കൊണ്ടാണ്. എല്ലാം അല്ലാഹുവിന് വേണ്ടി, അവന്റെ പരിശുദ്ധമായ മതത്തിന് വേണ്ടി ചെലവഴിച്ചത് കൊണ്ടാണ്. കഴിയണം ചെറുപ്പക്കാരാ, സാധ്യമാകണം സഹോദര, നമ്മൾക്കും അതുപോലെ ദീനിനു വേണ്ടി ആരോഗ്യം ചെലവഴിക്കാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് തന്നെയാണ്. ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നതും പ്രിയപ്പെട്ടവരെ ആരോഗ്യം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുന്നതിൽ പെട്ടതാണ്.
ഇതുപോലെയുള്ള നന്മയുടെ സംരംഭങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുക. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക. നാട്ടിൽ നിരാലംബരായ, ആലംബഹീനരായ, അശരണരായ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ മുന്നോട്ട് വരിക. ഇതെല്ലാം ആരോഗ്യം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. SKSSF എന്ന് പറയുന്നത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനുള്ള പ്രസ്ഥാനമല്ല. നാട്ടിലൊരിക്കലും സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ രൂപീകൃതമായ സംഘടനയല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി പടയണിയായ SKSSF എന്ന് പറയുന്നത്. SKSSFന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അതുപോലെ ഇവിടെയുള്ള ഉമ്മമാരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.